ഹലോ, ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ ഏറ്റവും കൂടുതൽ കഴിച്ചതും ഇപ്പോഴും കണ്ടിന്യൂലി കഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കുന്നത് ഓവർനൈറ്റ് ഓട്സ്. ഇതിൽ ഞാൻ 3 സ്പൂൺ ഓട്സ് ആണ് ആഡ് ചെയ്യാറുള്ളത്. അതുപോലെ ഓട്സിൻ്റെ ബ്രാൻഡ് ഞാൻ ഇടയ്ക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാറുണ്ട്. എനിക്ക് കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിൻറ്റോളയുടെ ചോക്ലേറ്റ് ഫ്ലേവറാണ്. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ചിയാ സീഡാണ്. ചിയാ സീഡ് ഹൈലി ഫൈബറും ഒമേഗ 3 ഫാറ്റി ആസിഡും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. പിന്നെ പംകിൻ സീഡാണ് ആഡ് ചെയ്യണത്. പംകിൻ സീഡ് നമ്മുടെ ഹേർട്ടിൻ്റെ ഹെൽത്തിനും ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും വെയിറ്റ് മാനേജ്മെൻറ്റിനും ഇമ്മ്യൂൺ ഫംഗ്ഷനും ഒക്കെ നല്ലതാണ്. പിന്നെ ആഡ് ചെയ്യാറുള്ളത് സൺഫ്ലവർ സീഡാണ്. നമ്മുടെ ഇൻഫ്ലമേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ മസിൽ ക്രംസ് ഇല്ലാതാക്കാനും വിറ്റമിൻ ഇയും ആഡഡ് ആണ്. പിന്നെ ഫ്ലാക്സ് സീഡ് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ ഹെയറിൻ്റെ ഹെൽത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ഷുഗറിന് വേണ്ടി ആഡ് ചെയ്യാറുള്ളത് ഡേറ്റ്സ് ആട്ടോ. കൂടുതൽ പേര് ഹണിയായി യൂസ് ചെയ്യുന്നത്, പക്ഷേ ഞാൻ ഡേറ്റ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇതുപോലെ വലിയ പീസാക്കിയിട്ടല്ല കേട്ടോ മീൻസ് ഇതിലായിട്ട് ആഡ് ചെയ്യാറ്. ഇതുപോലെ തന്നെ ഭയങ്കര കുഞ്ഞു കുഞ്ഞ് പീസസ് ആക്കിയാണ് ഇടാറ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓരോ സ്പൂണിലും മീൻസ് ഓരോ ബൈറ്റിലും ആ ഒരു ഷുഗറിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഇടുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ മിക്സ് ആക്കിയിട്ട് സീഡ്സും ഓട്സും ഈ ഡേറ്റ്സും ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ ഒരു പൊക്കത്ത് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ പാലൊഴിക്കാറ്. മീൻസ് ഓവറായിട്ട് ഞാൻ ഒഴിക്കാറില്ല, എന്നാൽ ഭയങ്കര കുറഞ്ഞും പോകാറില്ല. ഇനി അഥവാ ഇതിൽ ഇച്ചിരി തിക്കായി പോയി കഴിഞ്ഞാൽ മീൻസ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും തിക്കായി പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി പാല് അന്ന് ആഡ് ചെയ്യും, കഴിക്കുന്ന ആ ഒരു ടൈമിൽ ആഡ് ചെയ്യും. പിന്നെ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ബെറീസ് കൂടുതൽ ആഡ് ചെയ്യണമായിരിക്കും നല്ലത്. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പൊമഗ്രാനൈറ്റും ആപ്പിളും അതുപോലെ തന്നെ ബനാനയും ആട്ടോ, മീൻസ് പഴം മറ്റേ റോബസ്റ്റ് പഴം ആട്ടോ ആഡ് ചെയ്യാറുള്ളത്. ഇത് നമുക്ക് ഈ പൊമഗ്രാനൈറ്റൊക്കെ ഡെയിലി നന്നാക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊരു ഒരു ദിവസം ഇരുന്നിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറില്ലേ, അങ്ങനത്തെ കണ്ടെയ്നറിൽ ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു 1 വീക്ക് വരെ ഇത് ഭയങ്കര ഫ്രഷ് ആയിട്ടിരുന്നോളൂ കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളൂ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇത് നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നമുക്ക് നല്ല സ്റ്റൊമക്ക് ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ.